ആ തോന്നലുകൾ ചിലപ്പോൾ എന്താവാം, ഇന്ന് തോന്നുന്നത് നാളെ മാറാം. അല്ല, ഇതിൽ വേറൊരു, അതിൽ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് പോയാൽ ഇതിൽ വേറൊരു വിഷയമുണ്ട്. ഈ എനിക്ക് ആണായി തോന്നുന്നു, ഇതൊരു ഇന്നർ സബ്ജക്റ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നമുക്ക് എങ്ങനെ അറിയാം ഈ ഞാൻ ഒരാണാണ്, ഞാൻ ആണായി തന്നെയാണ് ജീവിച്ചത്, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആണിൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫീലിംഗ് ആണ്. എനിക്ക് അറിയോ ഒരു പെണ്ണിൻ്റെ ഫീലിംഗ് എങ്ങനെയായിരിക്കുമെന്ന്? ഒരു പെണ്ണായി ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് എന്നുള്ളത് എനിക്ക് അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്താണത് സംഭവം എന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെ ഞാൻ പറയും എൻ്റെ ഫീലിംഗ് പെണ്ണിൻ്റെതാണ് എന്ന്? അതായത് ഒരു ഇന്നർ സബ്ജക്റ്റീവ് ഫീലിങ്ങിനെ കുറിച്ചാണ്, ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മാങ്ങ ഞാൻ തിന്നുകയാണ്. മാങ്ങ തിന്നുമ്പോൾ ഞാൻ പറയണത് ഇതിന് പേരക്കയുടെ ടേസ്റ്റ് ആണ് എന്ന്. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും പേരക്ക അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ആയിക്കൊണ്ട് പേരക്ക തിന്നാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇതിൻ്റെ ടേസ്റ്റ് പേരക്കയുടേതാണ് എന്ന്? എന്നുവെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്ന അത് മറ്റൊന്നാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതായത് ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഫീലിങ്സ് ഓവർ ഫാക്ട്സ്. അതായത് നമ്മുടെ ഫീലിങ്സിനാണ് പ്രാധാന്യം. ഇത് പിന്നെ ഞാൻ, അതായത് ഒരാണിന് ഫുള്ളി ബയോളജിക്കൽ മെയിലായിട്ടുള്ള ഒരാണിന് തോന്നുകയാണ് ഞാൻ പെണ്ണാണെന്ന്. അപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഒരു സ്ഥലത്തേക്ക്, അതായത് ഇന്നത്തെ ഒരു യു എസിലൊക്കെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇയാളൊരു പിന്നെ സൈക്കോളജിസ്റ്റിനെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുക എന്താ വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നം, അതായത് ജെൻഡർ ഡിസ്ഫോറിയ അല്ല ഇത്, മറിച്ച് അതായത് അത് മാത്രമല്ല ചെയ്യുക. അതായത് ജെൻഡർ അഫേമിങ് കെയർ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പ്രോഗ്രാം തന്നെ ഉണ്ട്. അതിൽ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. അതായത് ഈ ജെൻഡർ അഫേമിങ് കെയറിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് അഫേം ചെയ്യുക, അതായത് നിങ്ങൾ എംബ്രേസ് ഇറ്റ്, അതിങ്ങോട്ട് ഉൾക്കൊള്ളുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതൊരിക്കലും എന്താ പറയുക, നിങ്ങൾക്ക് ഇതിലൊരു ഷെയിം തോന്നേണ്ട ആവശ്യമില്ല, ഇത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, ചില ആൾക്കാർ അഡ്മിറ്റ് ചെയ്യില്ല എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരു അഫേമിങ് കെയറിൽ ഒക്കെ നടത്തി ഇവരെ ലാസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു SRS പറയും, സെക്ഷൽ റീഅസൈൻമെന്റ് സർജറി, അല്ലെങ്കിൽ അതിന് വേറെ പേരും കൂടി പറയാറുണ്ട്, ജെൻഡർ അഫേമിങ് സർജറി. ഈ സർജറിയിലോട്ട് ഡയറക്റ്റ് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇവരുടെ ഫീലിംഗ് ആണ് അവിടെ എന്ത്, അതായത് ഇനി ഞാൻ പെണ്ണാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, തോന്നലുകളെ കൂടുതലാക്കി ഇവരെ സർജറിയിലേക്ക്. ഇതിന്റെ ഒരു ഐഡിയോളജിക്കൽ ബാസി സാർ അറിയാണ്ടാവും. അതായത് ഇതിനൊരു ഐഡിയോളജിക്കൽ എന്തുണ്ട്, ഒരു അടിത്തറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയും പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിൽ തന്നെ ഉണ്ട് എന്താണ് റാഡിക്കൽ സ്കെപ്റ്റിസിസം. ഈ റാഡിക്കൽ സ്കെപ്റ്റിസിസത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കാണുന്ന ഒന്നും, അതായത് ട്രൂത്തിലേക്ക് എത്താൻ, അതായത് ആത്യന്തികമായ സത്യത്തിലേക്ക് എത്താൻ ഒരു വഴിയില്ല. അതുകൊണ്ട് എന്താണ് നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും സത്യം. അതായത് സബ്ജക്റ്റീവായിട്ടുള്ള ട്രൂത്തുകളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് എന്ത്, സബ്ജക്റ്റീവായിട്ട് ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ സ്ത്രീയാണ്, വേറുള്ളവർ ആരാണ് അതിൽ ഇന്റർഫിയർ ചെയ്യാന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്യണത്. അതില് പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ് സാധനം. ട്രാൻസ്ജെൻഡറിസം, ഇവിടെ സെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിസം മിക്സ് ആയി ഇങ്ങനെ പോവാണെങ്കിലും ഈ ട്രാൻസ്ജെൻഡറിസം എന്ന് പറയുന്നിടത്ത് അവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ബോഡി, രണ്ട് മൈൻഡ്. ബോഡി ഒന്ന് പറയുന്നു, മൈൻഡ്, അതായത് ഇപ്പൊ ഞാൻ ആണിന്റെ ശരീരമാണ്, പക്ഷെ വ്യത്യസ്തമായൊരു പെണ്ണിന്റെ മനസ്സാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എങ്ങനെയെന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. എന്നാലും അങ്ങനെ അവകാശപ്പെടുന്നു. ഇവിടെ രണ്ട് തരത്തിലാണ് നമുക്കതിനെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പരിഹാരങ്ങളിലേക്ക് പോകാൻ പറ്റുക. ഒന്ന് ബോഡിക്ക് അനുസരിച്ച് മനസ്സിനെ മാറ്റുക, മനസ്സിനനുസരിച്ച് ബോഡിയെ മാറ്റുക. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ LGBT പൊളിറ്റിക്സ് ഒക്കെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, മനസ്സ് അവിടെ കേന്ദ്രമാക്കി വെക്കുന്നു. ആ തോന്നൽ മൈൻഡിനനുസരിച്ച് ബോഡിയെ മാറ്റുക എന്നുള്ളതാണ് അവർ പരിഹാരമായി പറയുന്നത്. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവരോട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയുന്നത്, ഇത് SRS ഉണ്ടല്ലോ, എത്ര സിമ്പിളായിട്ടാണ് ഇവർ പറയുന്നത്. കാരണം SRSൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ എനിക്ക് പെണ്ണാവണമെങ്കിൽ എൻ്റെ പെനിസും ടെസ്റ്റിസും ഒക്കെ മുറിച്ചു മാറ്റും, അവിടെ സ്ത്രീയുടേത് പോലെയുള്ള ഒരു ലൈംഗികാവയം തുന്നിക്കെട്ടും. അതാണ് സംഭവിക്കാം. പക്ഷെ അത് ഒറിജിനൽ സുഖവും നമ്മൾ പറയുമ്പോൾ സെക്ഷൽ പ്ലഷർ,
ഈ സംഗതികൾ അവർക്ക് അവിടെ കിട്ടുന്നില്ലല്ലോ. അല്ല അത് മാത്രല്ലല്ലോ ബയോളജിക്കലായിട്ടും ഇത് ഇല്ല, പറ്റൂല. ഒരു സംഗതിയല്ലല്ലോ. അല്ല, ഇവര് വെച്ചാലേ ഇവര് ഞാൻ പലപ്പോഴും ആശ്ചര്യപ്പെട്ടു. ഇവര് മനസ്സിലാക്കുന്നത് ഈ അരക്കെട്ടിന് താഴെയുള്ള ഈ ഒരു അവയവമാണോ ഒരാളുടെ ലിംഗത്വം അല്ലെങ്കിൽ ലിംഗം എന്ന് പറയുന്നത്. നമ്മള് അതെ, അത് നമ്മളിപ്പം ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഏകദേശം ഒരു 42 വയസ്സാകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ആവുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു കുട്ടിയുടെ സെല്ലുകളിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അത് ആണാണോ പെണ്ണാണോ. അപ്പം ഞാൻ ആണാണെങ്കിൽ എൻ്റെ കയ്യിലും അതുപോലെ തന്നെ തലയിലും മുടിയിലും എല്ലാം ഉള്ള സെല്ലുകളിൽ എന്തുണ്ട് XY എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് സെൽസിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ആണ് എന്നുള്ളത്. അതിൽ കേവലം 2 അവയവം മുറിച്ചു മാറ്റി അവിടെ മറ്റൊന്നു പോലെ പിന്നെ അവിടെ ഫിക്സ് ചെയ്താൽ എങ്ങനെയാണത്? അതായത് ഔട്ടർ അപ്പിയറൻസിൽ ഒരു പിന്നെ പുരുഷന് സ്ത്രീയും സ്ത്രീ പുരുഷനും ആയി തോന്നുമെങ്കിലും ഇൻ റിയാലിറ്റി